രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അവർ പറയൽ പല ആളുകൾ കുട്ടികൾക്കും ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കുറവുണ്ട്. ബിസിനസ്സിൽ പ്രസിഡന്റ് വരുമ്പോൾ ഞാൻ ആലോചിക്കാറല്ല, എൻ്റെ ബിടെക്കിന് പഠിച്ച സമയത്ത് എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് 4 മൊഡ്യൂൾ തീർക്കുന്ന റിസ്ക് ഒന്നും ഇതുവരെ എൻ്റെ ബിസിനസ്സിന് ഞാൻ നേരിട്ടിട്ടില്ല. ഒരു എംടെക്കുകാരൻ സിവിൽ എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ളൊരു ഫുഡ് ബ്രാൻഡ് ഉണ്ട്, പേര് മൗസി എന്നാണ്. എൻ്റെ സുഹൃത്തും മൗസി അവിൽ മിൽക്ക് ബ്രാൻഡിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO അസർ ഭായ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. അസർ ഭായ്, എന്തുണ്ട് വിശേഷം? സുഖം. എംടെക് കഴിഞ്ഞിട്ട് ഷിംല കൂൾബാർ ഫാദർ തുടങ്ങിയല്ലേ? അതെ, ഫാദർ തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? മൗസിയിലേക്ക് എത്തി ഏകദേശം ഒരു 30-ലധികം ബ്രാഞ്ചുകൾ ഇന്ത്യയിലും വിദേശത്തും, ദുബായിലുണ്ട്, സൗദിയിലുണ്ട് അല്ലേ? GCC കൺട്രീസിലേക്ക് എക്സ്പാൻഷനിലേക്ക് പോവാണ്. എങ്ങനെയുണ്ട് യാത്ര? ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? മീൻസ് എന്താ ഇപ്പൊ ഞാൻ ചോദിക്കുക, കാരണം ഞാൻ ഈ ഫുഡ് ഫസ്റ്റത്തെ ബ്രാഞ്ച് ഉണ്ടല്ലോ നമ്മളുടെ പെരിന്തൽമണ്ണ, ആ ബ്രാഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഫസ്റ്റ് ഓപ്പണിങ്ങിന് അന്ന് ഫുഡ് കഴിച്ച ആളാണ്, അവിൽ മിൽക്ക് കഴിച്ച ആളാണ്. അപ്പൊ അന്ന് നല്ല അടിപൊളി കോൺസെപ്റ്റ് അല്ലോ, ഇതാരാ തുടങ്ങി? അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഫൈസൽ അവൻ പറഞ്ഞത് ഇത് അസർ സിംല കൂൾബാറിന്റെ ആള് തുടങ്ങിയാണ്, എന്തായാലും അടിപൊളി ആവും എന്നുള്ളൊരു തോന്നല്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഏകദേശം ഒരു 3 വർഷം കൊണ്ട് അല്ലേ, 3-4 വർഷം കൊണ്ട് 30 ബ്രാൻഡുകളായി, ഇന്ന് കോടികൾ ടേൺ ഓവർ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? ലൈക്ക് എന്താണ് അതിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം? എത്താനുള്ള കാരണം 1985 ഫാദർ സിംല കൂൾബാർ തുടങ്ങുന്നത്. പിന്നീട് 2001 മരണശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ അത് ഏറ്റെടുത്തു. എൻ്റെ ബ്രദർ ആ ഷോപ്പ് ഏറ്റെടുത്തു. പിന്നെ 2017 ബ്രദർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്, മൗസിയിലേക്ക് ഇറങ്ങുന്നത്, സിംല കൂൾബാറിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ സിംല കൂൾബാറിൽ 2 വർഷം ബിസിനസ് ചെയ്തു. ആ ഷോപ്പ് പൊളിക്കേണ്ടി വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്ലാൻ ചെയ്തതായിരുന്നു മൗസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. മൗസി ഞാൻ പലപ്പോഴും എനിക്ക് നിങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും ഏകദേശം ഈ പറഞ്ഞ പോലെ. മൗസി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എന്തായിരുന്നു മൗസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്? ഇന്നിപ്പോ ഒരു കോടികൾ ടേൺ ഓവർ ഉള്ള ബിസിനസ് ഉള്ള ഒരു കമ്പനിയാണ്. മൗസിയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ സ്വപ്നം തന്നെയാണ് മൗസിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വപ്നം, ഡ്രീമാണ്. അതെ, അതായത് അസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കണ്ട സ്വപ്നമാണ് ഇന്ന് മൗസി അല്ലേ? അതിന്റെ മുമ്പ് സിംല കൂൾബാർ ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് അതൊരു ആസ്പെറ്റോസ് ഒക്കെ ഇട്ട ഒരു ഷോപ്പ് ആയിരുന്നു. ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടിക്കട, ആ ഒരു ഷോപ്പ് ആയിരുന്നു. ആ ഷോപ്പ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് അതിലൊരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി. എനിക്ക് പുതിയൊരു കരിമ്പ് ജ്യൂസ് മെഷീനും വേണം, അതേപോലെ തന്നെ ആസ്പെറ്റോസ് ഒക്കെ മറിച്ച് നല്ലൊരു സീലിങ്ങും ചെറിയൊരു രീതിയിൽ ഇന്റീരിയർ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ 8 താത്താരുണ്ട്. 8 താത്താരും ഒരു ബ്രദറും, ഞാൻ ഒരു 10ാമത്തെ മോനാ. 8 താത്താര അനിയനാ? അതെ, ഞാൻ 10ാമത്തെ മോനാ. അതെ, കുഞ്ഞനിയൻ. അപ്പൊ ഇത് താത്താരിൽ നിന്നൊക്കെ കുറച്ച് പൈസ കടം വാങ്ങി 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി, കരിമ്പ് മെഷീനും വാങ്ങി ബാക്കി പൈസ കൊണ്ട് ഷോപ്പ് ഇന്റീരിയർ ഒക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങി. അതിൽ ചെറിയ ചെറിയ സേവിങ്സ് ഉണ്ടാക്കി ഒരു 6 ലക്ഷം രൂപ കൊണ്ടാണ് പിന്നീട് നമ്മൾ മൗസി ആ ഷോപ്പ് പൊളിച്ചപ്പോ മൗസി തുടങ്ങി. ഒരു 1.5 ലക്ഷം റുപ്യയില് ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് മൂടി കൂട്ടി ആസ്പെറ്റോസിന്റെ ആ ഒരു ഷോപ്പൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു 6 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ്മെന്റ് മൗസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് 2 വർഷം കഴിഞ്ഞ്. ഇപ്പം മഞ്ഞ കളർ കണ്ടു കഴിഞ്ഞാല് മഞ്ഞയും പച്ചില്ലേ? അതെ, ആ കളർ കണ്ടു കഴിഞ്ഞാല് ആർക്കും വെക്കുന്നത് ഇത് മൗസിയാണ്. അപ്പൊ അതിന് ശേഷം ഞാൻ 2-3 ഷോപ്പ് കണ്ട് സെയിം സിമിലർ ചെറിയ ചെറിയ വേർഡൊക്കെ മാറ്റിയിട്ട് തുടങ്ങിയിട്ട് കോപ്പി ചെയ്ത് കുറെ ബ്രാൻഡുകളുണ്ട് അവിൽ മിൽക്കിന്റെ. അവിൽ മിൽക്കിനെ ലോകത്തിൽ ആദ്യമായിട്ട് ബ്രാൻഡാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് അതാണ് മൗസി അല്ലേ? കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ശരിക്കും നമുക്ക് അവിൽ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കൂലല്ലോ, ഫുഡിന് പകരം എന്താണ് നമ്മൾ അവിൽ മിൽക്കല്ലേ കൂടുതലും. അപ്പം ഞാൻ അസർബൈൻ്റെ ഒരു വീഡിയോ ഉണ്ട്, BN9 എന്തോ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഫുഡിന് പകരം ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ, മൗസി ഉള്ളപ്പോൾ ഇനി ഊണെന്തിന് മൗസിക്ക് ഊണിന് പകരം മൗസി എന്നുള്ളൊരു ടാഗ് ലൈൻ അല്ലേ? ലൈക്ക് എനിക്ക് ശരിക്കും ഞാൻ പ്രൗഡാണ്. നമ്മൾ ഇന്ന് ഏകദേശം എല്ലാ കോളേജുകളിലും ഇപ്പം പോയി ഈ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ലൈക്ക് ഒരു ഓൺട്രപ്രണർ നിലയിൽ എന്താണ് ഫീൽ? ലൈക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? സന്തോഷം. പല കോളേജിലും ഞാൻ പോകാറുണ്ട്. ഇപ്പൊ 18ഓളം കോളേജിൽ പോയി. അതിൽ ഏറ്റവും അഭിമാനമായിട്ട് തോന്നിയത് എൻ്റെ സ്വന്തം കോളേജായ ME എഞ്ചിനീയറിംഗ് കോളേജ് എന്നെ ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അത്
അത് വലിയൊരു അഭിമാനമായിരുന്നു. പഠിച്ച കോളേജിൽ അതെ. ഗസ്റ്റ് ആയിട്ട് പോകാൻ അതെ, പറ്റി. അത് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പല കോളേജുകളിലും നമ്മൾ പോകുമ്പോൾ അവർ ചോദിക്കല് എങ്ങനെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഷോപ്പുകൾ തുടങ്ങാം, ഉം. ആ ഒരു ചോദ്യം വരാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അവർ പറയല്, പല ആളുകൾ കുട്ടികൾക്കും ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കുറവുണ്ട്. അതിനവർ പറയുന്ന ഒരു കാരണം ഇതിൽ റിസ്ക് കൂടുതലാണ്. ഉം. നമ്മളെ റിസ്ക് ഉണ്ടോ? റിസ്ക് ഇല്ല, പക്ഷെ നമ്മളെ പേരൻസും ആ. റിസ്ക് എല്ലാ ബിസിനസ്സിനും അല്ലെങ്കിൽ ഏതൊരു ജോലിക്കും എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ സമൂഹമാണെങ്കിലും നമ്മുടെ പേരൻസ് ആണെങ്കിലും പറഞ്ഞു വെച്ചൊരു സംഭവം റിസ്ക് കൂടുതലാണ്, കൂടുതലാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്, റിസ്ക് കൂടുതലാണ്. പണിയാണ്. ഞാനും കേട്ട സംഭവം അത് തന്നെയായിരുന്നു. ഉം. പക്ഷെ ഞാൻ അതുകൊണ്ടാണോ ഗവൺമെന്റ് ജോലിക്ക് പോയെ? അത് റിസ്ക് തീർച്ചയായും ഉണ്ടായതാണോ? തീർച്ചയായും കാരണം ഗവൺമെന്റ് ജോലി ഭയങ്കര സുഖമാന്ന് വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായും. അപ്പൊ ഞാന് ഒരു വർഷം സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഒരു വർഷം ഓഫീസിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഉം. അതേപോലെ തന്നെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. Okay. ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ജോലി ചെയ്ത എനിക്ക് അന്നും ഞാൻ ഈ റിസ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ബിസിനസ്സിൽ മാത്രമല്ല ജോലിയിലും റിസ്ക് ഉണ്ട്. വിദ്യാഭ്യാസത്തിൽ റിസ്ക് ഉണ്ട്. ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 4 മൊഡ്യൂൾ എഴുതിയെടുക്കേണ്ട റിസ്ക് ഒന്നും എനിക്ക് ബിസിനസ്സിൽ വന്നിട്ടില്ല ഇല്ല. എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനത്തെ പ്രതിസന്ധി വരുമ്പോ, ബിസിനസ്സിൽ പ്രതിസന്ധി വരുമ്പോ ഞാൻ ആലോചിക്കാറാ, ആ. എന്റെ ബിടെക്കിന് പഠിച്ച സമയത്ത് എക്സാമിന്റെ 2 ദിവസം മുമ്പ് 4 മൊഡ്യൂൾ തീർക്കുന്ന റിസ്ക് ഒന്നും ഇതുവരെ എന്റെ ബിസിനസ്സിന് ഞാൻ നേരിട്ടിട്ടില്ല. അപ്പോ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആലോചിക്കും, അന്നത്തെ ആ സമയം ആ പഠിച്ച 2 ദിവസം കൊണ്ട് പഠിച്ചെടുത്തത് പോലെ ഈ സമയം കടന്നു പോകും. അതെ അതെ, എന്ത് ചാലഞ്ചസ് വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതെ, അത് ഈ പറഞ്ഞ നമ്മളെ ഈ പഠിത്തങ്ങളും ഈ പറഞ്ഞ ജോലികളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. തീർച്ചയായിട്ടും. അപ്പം ഒരു മൗസി എന്ന ബ്രാൻഡിന് ആളുകള് ഞാൻ കഴിക്കുന്ന അല്ലെങ്കിൽ മൗസിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾക്ക് നാട്ടിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് തിരൂരിൽ തുടങ്ങി, എന്റെ നാട് തിരൂരാണ്. തിരൂര് വരിക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരൂര് വന്നാൽ എന്തായാലും ക്ലിക്കാവും. കാരണം എന്താ അറിയോ, തിരൂരുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവൽ മിൽക്ക് തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അതൊരു ബ്രാൻഡും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഞാൻ എനിക്ക് എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഫാമിലിയോട്ട് പല വട്ടം ഞാൻ മൗസിൽ പോയിട്ടുണ്ട്. കാരണം പെരിന്തൽമണ്ണ ആകെ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ മഞ്ചേരി ഉണ്ട്. ഇപ്പം ഓൾ കേരള ഇപ്പം എത്ര ബ്രാഞ്ച് ഉണ്ട് നമുക്ക്? ഓൾ കേരള 27. എങ്ങനെ ഇപ്പം എല്ലാത്തിലും അത്യാവശ്യം നല്ല ഫുഡ്? അൽഹംദുലില്ലാ, നമ്മള് പുറത്തെ ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഒരുവിധം മാളുകളിലൊക്കെ ആയി ലുലു, ഹൈലൈറ്റ് മാള്, RP മാള്, വൈ മാള്, അങ്ങനെ ഒരുപാട് കേരളത്തിൽ ഒട്ടുമിക്ക മാളുകളിലേക്കും എത്തി. പിന്നെ GCCയിലാണെങ്കിൽ അബുദാബിയിൽ നമുക്ക് 5 ഔട്ട്ലെറ്റുകളുണ്ട്. അബുദാബിയിൽ 5 ഉണ്ട്. സോറി, അബുദാബി മാറ്റി. സോറി. UAE നമുക്ക് 5 ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ അബുദാബി ഉണ്ട്, ഷാർജ ഉണ്ട്, ദുബായ് ഉണ്ട്. അബുദാബിയിലെ ഏറ്റവും വലിയ മാളുകളൊന്നായ മുഷിഫ് മാളിലുണ്ട്. അതെ. ഖത്തറില് ദോഹയിലുണ്ട്, സൗദിയില് റിയാദിലുണ്ട്, ജിദ്ദയിലുണ്ട്. അതായത് GCC കൺട്രീസ് ഏകദേശം കവർ ചെയ്തു. തീർച്ചയായും. അതായത് ആസ്പെറ്റോസ് ഇട്ടത് ഒരു ഷോപ്പിൽ നിന്നും തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ഇന്ന് GCCയിലെ ഏറ്റവും വലിയ മാളുകളിൽ വരെ നമ്മളുടെ മൗസി എന്ന ബ്രാൻഡ് എത്തി.